പെട്ടെന്ന് കൊടുത്തില്ല പോലെ പോലെ ഹലോ കോഴിക്കോട്. ഹലോ. ഈ സുഖങ്ങളൊക്കെ തന്നെ. എന്തൊരു വിശേഷം? നിനക്ക് എന്തിന്റെ കേട്? എന്തരെണ്ണ? അത് പറയാനല്ലേ അശ്വതി നക്ഷത്രം നിക്കണം. നീ അശ്വതി ഇങ്ങനെ നക്ഷത്രോ? അല്ല അത് പറയാനല്ലേ അവര് വന്നേന്ന്. ആര്? അതുകൊണ്ട് അവിടെ നിൽക്കണം അശ്വതി നക്ഷത്രം പിന്നെ ഞാന് ഹണി. അയ്യോ അല്ലേ. നിങ്ങൾ എന്താ അതിന്റെ ഇടയിൽ കൂടെ കയറുന്നത്? അല്ല എന്തായാലും വന്നേല്ലേ അതിന്റെ ഇടയിൽ നിക്കാന്ന് പറഞ്ഞിട്ട് അണ്ണാ പൊളപ്പം പരിപാടി എണ്ണ നടക്കുന്ന ലൈറ്റൊക്കെ കണ്ടപ്പോൾ അച്ഛനെ അടിക്കുന്നു. അണ്ണാ ഭയങ്കര ജനം കേട്ട കടല് പോലെ കിടക്കുന്ന കടല് പോലെ തള്ളേ അമ്പുട്ടാ കിടക്കാത്ത ജനം. ആണുങ്ങളും പെണ്ണുങ്ങളൂടെ പറവട്ടെ അടിക്കണത് പുറകെ കിടന്ന്. പക്ഷെ ഒരു കാര്യം പറയല്ലോ സുന്ദരിമാരായ ചേച്ചിമാര് കേട്ടാ. അങ്ങോട്ട് കയറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു കണ്ട പെണ്ണുങ്ങളെ വാക്കകത്ത് നോക്കിക്കൊണ്ടിരിക്കരുതെന്ന്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിപ്പോ ഒരു ഭർത്താവാണ്, ഓർമ്മ വേണം നിങ്ങൾ. അല്ല ഡയറ്റ് ആണെങ്കിലും മെനു കാർഡ് കാണുമ്പോ ഒന്ന് നോക്കണേ തെറ്റില്ലല്ലോ. അങ്ങനെ നോക്കി ആ മെനു കാർഡ് ഞാൻ വലിച്ചങ്ങ് കീറും. പറഞ്ഞാത്തൊന്നും വലിച്ചു കീറാത്ത കണക്ക്. എന്താ ദോഷം പറയല്. നല്ല ഭംഗിയുള്ള വേഷത്തിലാണ് നാലുപേര് നിൽക്കുന്നത്. എനിക്കങ്ങ് ഇഷ്ടമായി. വല്ല ജീൻസ് അങ്ങനെ ഇട്ടോണ്ട് വന്നിരുന്നെങ്കിൽ പൊളിഞ്ഞു പോയേനെ. അതെന്തൊരു വർത്തമാണ് നിങ്ങൾ പറയണത്? നിങ്ങൾ പറയും പെണ്ണുങ്ങൾ ജീൻസ് ഇട്ട് എന്തരാണ് കുഴപ്പം? എന്തൊരു കുഴപ്പം? നിങ്ങൾ പറയും ഒരു കുഴപ്പമില്ലല്ല. ഒരു കുഴപ്പമില്ല. അല്ല ഈ സ്ത്രീകൾ ജീൻസ് ഇട്ട അപകടമാണ്, അതുകൊണ്ട് പറഞ്ഞതാ. എന്തൊരു അപകടം അങ്ങോട്ട് പറയും. എല്ലാരും കേട്ടോണ്ടിരിക്കല്ല, അങ്ങോട്ട് പറഞ്ഞോടിക്കും. എന്തരാണ്? അല്ല എപ്പം ബെൽറ്റൂരി അടിക്കണമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആ അപ്പൊ അങ്ങനെ. അല്ല നിങ്ങളെ വന്ന കാര്യം പറയും. നമ്മള് സമയം അതെ, ഒരുപാട് സ്റ്റാർസിന് ഇനിയും കേറാനുണ്ട്. പ്രേക്ഷകരെ പെർഫോമൻസ് കാണാൻ വേണ്ടി അതെന്തൊരു വർത്തമാനം? നിങ്ങൾ രണ്ടുപേരും സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേറിയതല്ലേ? അയ്യോ അയ്യോ അതെന്തൊരു വർത്താനം പറയണം. നമ്മളെ കുടുംബമാണ് ഇത്. ഇവിടെ നമ്മളെ അറിയണം, എല്ലാവർക്കും അറിയാം ഇത് നമ്മളെ കുടുംബം. നമ്മളെ കുടുംബത്തിനകത്ത് ഒരു പരിപാടി അടക്കുമ്പോഴ് ഒരാൾ ക്ഷണിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ വരാൻ. അതൊക്കെ സ്നേഹത്തില് പറഞ്ഞാൽ മതി, മനസ്സിലാവും. ഞാൻ ഇങ്ങനെ പറയുള്ളൂ. ഞങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് എല്ലാരും പറയണം. നമ്മളെ കുടുംബത്തിൽ എവിടെ വെച്ച് പരിപാടി നടന്നാലും നമ്മൾ വരും. ഓ ഭയങ്കര പരിപാടിയല്ലേ നടക്കുന്നത്. കൾച്ചറൽ അല്ലെന്നാ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോടേക്ക് വന്നു, ഇവിടെ നല്ലോണം അറിയോ? കോഴിക്കോടാണ് അറിയാമോ എന്ന്? ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമല്ലേ നമ്മളെ കോഴിക്കോട്. അതൊക്കെ എനിക്ക് അറിയാന്ന്. എന്തൊരു ചരിത്ര പ്രാധാന്യം? അല്ല വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലമാണ്. വാസുവിന്റെ അമ്മ എവിടെയായിരുന്നു കപ്പ ഒഴുങ്ങിയെന്ന്? അങ്ങ് കാപ്പാട് ബീച്ചിലിരുന്ന് പുഴുങ്ങിയെന്ന്. ഭയങ്കര കാറ്റായിരിക്കില്ല, പുഴുങ്ങാൻ പറ്റും. വാസുവിന്റെ അമ്മ കപ്പ പുഴുങ്ങിയെന്നല്ല പറഞ്ഞത്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലമാണ് കോഴിക്കോട്. അതൊക്കെ എനിക്കറിയാം, വാസ്കോഡ ഗാമയൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. വാസ്കോഡ ഗാമ ഏത് മാസത്തിലാണ് കാപ്പാട് കപ്പലിറങ്ങിയത്? ആരൊക്കെങ്കിലും അറിയാമോ? മാസത്തിലാണെന്ന്. ആരൊക്കെങ്കിലും അറിയാമോ ഏത് മാസത്തിലാണെന്ന്? ഡിസംബറിലാണ് ഇറങ്ങിയത്. അതങ്ങനെ നിങ്ങൾക്കറിയാം ഡിസംബറിൽ? അല്ല സാമൂഹ്യ പാഠം പഠിച്ചപ്പോ നീ ആ പാഠത്തിൽ ഒരു പത്രം ഫോട്ടോ കണ്ടില്ലായിരുന്ന? ഒരു കോട്ടൊക്കെ ഇട്ട് തണുത്ത് പറഞ്ഞു. അപ്പൊ ഡിസംബറിലല്ലേ തണുപ്പ്. കാര്യം പറയൂ പ്ലീസ്. വന്ന കാര്യം പറയാ. വേറെ ഒന്നുമല്ല, കേരള ഒട്ടാകെ അറിയണ തിരുവനന്തപുരം കപ്പിൾസ് ആണ് നമ്മള്. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്. മഞ്ചവിളാക ജംഗ്ഷനിൽ നമ്മളൊരു പുതിയതായിട്ടൊരു തുണിക്കട തുടങ്ങാൻ പോവുകയാണ്. ചന്ദ്രയുടെ തുണിക്കട. അപ്പം അതിന്റെ ഉദ്ഘാടനം നിങ്ങൾ നാലുപേരും കൂടെ ചെയ്യണം. നിങ്ങളാണല്ലോ എപ്പോഴും ഉദ്ഘാടന പരിപാടിക്കൊക്കെ പോണത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ആഗ്രഹം. അതെ, എന്ത് ഷോപ്പാന്ന്? തുണിക്കട, ജോളിക്കട ഉണ്ടല്ലോ, ജോളിക്കട. നമ്മളെ കൂടെ ഒരുമിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യണമെങ്കിൽ അല്ല നല്ലത്. അത് പറ്റത്തില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് പറഞ്ഞാൽ അന്ന് നമ്മൾ ഉദ്ഘാടനം വെക്കാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വരൂലേ നിങ്ങള്? അല്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കണം അല്ലേ? അല്ലല്ല, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉദ്ഘാടനം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. പുതിയ ചന്ദ്രൻ എന്തായാലും നാട്ടുകാരാണല്ലോ കണ്ടോണ്ടിരിക്കുന്ന പ്രിയമുള്ള നാട്ടുകാരെ. മഞ്ചവിളാകത്ത് ഞങ്ങളായി പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ചന്ദ്രയുടെ തുണിക്കട പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഈ വേദിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കൈയടിക്കണേ പ്ലീസ്. വലിയ കത്രിയാണ്, ഒന്ന് ഉദ്ഘാടനം ചെയ്യണം പ്ലീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയായത്. ഒന്ന് ഉദ്ഘാടനം. എല്ലാരും കൈയടിച്ച് ഞങ്ങളുടെ തുണിക്കട ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. എന്തായാലും ഉദ്ഘാടനം ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറയണേട്ട്. അല്ല, ഇനി വരും, അവര് വന്നോണ്ടിരിക്കാണ്. അതുകൊണ്ടല്ല നമ്മൾ ഇവിടെ നിക്കുമ്പോഴേ ആരെയോ വിളിക്കുമെന്ന് പറഞ്ഞു ഇങ്ങോട്ട്. അല്ല, ഇനി വിളിക്കുക ബൗൺസേഴ്സിനെ നിങ്ങളെ പുറത്താക്കാൻ. അങ്ങനെ പറഞ്ഞൂടാ. അതാണ്. അയ്യോ അത് അങ്ങനെയാണ്. പോണല്ലേ? പോണം. അപ്പൊ പോവാണ്ണ. പോട്ടാ എന്നാ. ടാറ്റാ. പോട്ടാ പോണേ. അണിലിച്ചി നൈസായിട്ട് ചുളുവിലൊന്നും ഒരു ഇനോഗ്രേഷൻ ചെയ്തിട്ട് പോയല്ലോ. അതെ അതെ അതെ. നമ്മള് മാത്രമാണോ ഇനോഗ്രേറ്റ് ചെയ്യുന്നേ? അല്ല, എന്ത് നമ്മളെല്ലാരും കൂടെയാണല്ലോ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് സിസേഴ്സ് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം നമ്മളിതാ ഇവിടെ തീർത്തിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഇനോഗ്രേറ്റും ചെയ്തിരിക്കുകയാണ്.